ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് കർത്താവിൻ്റെ കരവിരുതായ മനോഹരമായ ഈ പ്രപഞ്ചത്തിലെ ഒരു വാഴത്തോട്ടത്തിലെ വാഴ അടുത്താണ് ഇപ്പോൾ സിസ്റ്റർ നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കും, എന്ത് സന്ദേശമാണാവോ വാഴയുടെ അടുത്ത് നിന്ന് തരുന്നതെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രകൃതി നൽകുന്ന വലിയ പാഠങ്ങൾ. നമ്മൾ ഈ വാഴ എന്ന് പറയുമ്പോൾ ഒരു വാഴ ഒരു വരദാനമാണ്, പ്രകൃതിയുടെ വരദാനമാണ് വാഴ. വാഴയുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കൂ. വാഴയുടെ ഈ വാഴക്കുല, അതായത് വാഴക്കായ, വാഴച്ചുണ്ട്, അതുപോലെ വാഴ ഇല, വാഴപ്പിണ്ടി, പിന്നെ വാഴച്ചുവട്ടിലെ വാഴക്കല്ല്, നമ്മൾ വാഴക്കല്ലെന്ന് പറയും, വാഴയുടെ വിത്ത്. ഇതെല്ലാം മനുഷ്യന് ഉപകാരപ്രദമായ വിധത്തിൽ ഒരു വാഴ പ്രകൃതിയിലെ വരദാനമാണ്. എന്നതുപോലെ മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ വരദാനമാണ്. കർത്താവിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മാലാഖമാരേക്കാൾ അല്പം താഴ്ത്തി ദൈവം മനുഷ്യനെ മനോഹരമായി സൃഷ്ടിച്ചു. ഞാനും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കരവേലയാണ്. ഒരുപാട് സിദ്ധികളും കൃപകളും വരദാനങ്ങളും ഫലങ്ങളും നമ്മളിൽ നിറച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്നില്ല. ദൈവത്തിലെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ വിശുദ്ധ ലിഖിതം പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് പറയുമ്പോൾ വിശ്വാസം മാത്രം മതി. നമ്മൾ വരദാനമാണ്. എന്തു പറ, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചുകൊണ്ട് എന്തുമാത്രം നന്മകളാണ് ഒരു മനുഷ്യനിൽ ദൈവം നിക്ഷേപിക്കുന്നത്. ഓരോരുത്തരെയും ഈ പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ജന്മമെടുക്കുമ്പോൾ ദൈവത്തിന് മനോഹരമായ വലിയ പദ്ധതികൾ ആ മകനെക്കുറിച്ച്, ആ മകളെക്കുറിച്ച് സ്വർഗത്തിന് സ്വപ്നമുണ്ട്. ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം മുഴുവൻ നമ്മളിൽ നിറവേറ്റാനാണ് ദൈവരാജ്യ വിപുലീകരണത്തിനും തിരുസഭയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി, കർത്താവിൻ്റെ രാജ്യം പടുത്തുയർത്തതിനു വേണ്ടി ദൈവം നമ്മളെ നിയോഗിച്ച് അയച്ചിരിക്കുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമ്മെ വിളിച്ചിരിക്കുകയാണ്. മുൻകൂട്ടി ദൈവം ഓരോരുത്തരെ കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വരദാനമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനമായ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ഒരിക്കലും നാശത്തിനുള്ളതല്ല. ഈ വാഴ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വാഴക്കുല, വാഴക്കായ, വാഴച്ചുണ്ട്, നമ്മൾ കൊപ്ര എന്ന് പറയും, വാഴയില, വാഴപ്പിണ്ടി, നമ്മളതുകൊണ്ട് കറി വയ്ക്കുന്നു, അതുപോലെ വാഴക്കല്ല്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരു വാഴ വരദാനമായി വരുന്നത് പോലെ മനുഷ്യൻ സൃഷ്ടി മകുട ഉദാഹരണമാണ്. ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ്. നമുക്ക് അഭിമാനിക്കാം. നാം ആയിരിക്കുന്ന ഈ അവസ്ഥ തന്നെ ദൈവത്തിൻ്റെ മനോഹരമായ ഒരു സൃഷ്ടിയുടെ വൈഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ ദുഃഖിക്കാതെ നമ്മളിലെ സിദ്ധികളും കഴിവുകളും ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി ജീവിക്കാം. അത് മറ്റുള്ളവർക്ക് കരുണയായിട്ട് സ്നേഹമായിട്ടും ദയയായിട്ടും ഒഴുകട്ടെ. കരുണയാകട്ടെ, കാവലാകട്ടെ, കരുതലാകട്ടെ. ശേഷിച്ച ജീവിതം ശോഷിച്ചു പോകാതെ സുവിശേഷമായി നമുക്ക് തീരാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.